നാടകം അസലായി, മനോഹരം. വില്ലന്റെ തൊപ്പി രഘുവിന് കൊള്ളാം. അച്ഛൻ മരിച്ചപ്പോ എനിക്കൊരു കുറവും തോന്നില്ല. ആ സ്ഥാനത്ത് ഏട്ടനുണ്ടല്ലോ. ആരെന്ത് പറഞ്ഞാലും ഏട്ടനെ ഞാൻ അവിശ്വസിക്കില്ല. പക്ഷേ എനിക്കറിയണം, ആ സ്ത്രീയോട് ഏട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? മോനെ, ഏട്ടനെ പറ്റിപ്പോയി, തെറ്റ് ചെയ്തു പോയി. ഏട്ടൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കാം, എന്നെ തകർക്കരുത്. മാലു, അമ്മ, കുട്ടികള്, ഇവരുടെയൊക്കെ മുന്നിൽ നീ എന്നെ തകർത്ത് കളയരുത്. തകർന്നു പോയത് ഞാനാണ് ഏട്ടാ. പിന്നെ പാവ ഒരു സ്ത്രീയുടെ ജീവിതവും. ഞാൻ എന്തും ചെയ്യാം, എത്ര പണം വേണമെങ്കിലും കൊടുക്കാം. എന്ത് വില കൊടുക്കും? ഒരു പെണ്ണിന്റെ മാനത്തിന് ഏട്ടൻ എന്ത് വില ഇട്ടിട്ടുണ്ട്? വളർന്നു വരുന്ന 2 പെൺകുട്ടികൾ നമുക്കുണ്ട്. അവരുടെ മാനത്തിനും നാളെ ഇതുപോലെ ഒരാൾ വില പറഞ്ഞാൽ? രഘു, വാക്കുകൾ അതിര് കിടക്കരുത്. ഓ, നമ്മുടെ കാര്യങ്ങളിൽ വാക്കുകൾക്ക് പോലും അതിർവരമ്പുകളുണ്ട്. കെണി വെച്ച് പിടിച്ച പോലെ ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിയിട്ട് ഒരു പാവം സ്ത്രീയെ മാറി മാറി ഉപയോഗിക്കുമ്പോ അതിർവരമ്പുകൾ ആലോചിച്ചോ? മോനെ, ഒരിക്കൽ മാത്രം പറ്റിയൊരബദ്ധം. ഒരു 16-കാരൻ ചെക്കൻ ഇത് പറഞ്ഞാൽ രസമുണ്ട്. കർത്തവ്യ ബോധമുള്ള ഒരു പോലീസ് ഓഫീസർ, അമ്മയും ഭാര്യയും തന്നോളം വളർന്ന മക്കളും ഉള്ള ഒരു 40-കാരൻ ഇത് പറഞ്ഞാൽ അതിന്റെ പേര് അബദ്ധം എന്നല്ല. സത്യവും നീതിയും വിടാത്ത ഒരച്ഛന്റെ മക്കളാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള സർവ്വ ആളുകളുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും നീ ഏറ്റെടുക്കണോ? വേണ്ട. പക്ഷേ എന്താ പക്ഷേ? തുറന്നു പറയ്. ഇല്ല, ഒന്നും പറയണില്ല. എന്റെ മനസ്സിപ്പോ യുദ്ധം കഴിഞ്ഞ നഗരം പോലെയാ, ആകെ തകർന്നടിഞ്ഞ്. എനിക്കറിയില്ല എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ ഇവനീ പറയണത്? ഇത്ര വലിയ ബാധ്യത എന്താണ് ആ സ്ത്രീയോട്? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. രഘു, അമ്മ ഉറങ്ങിയില്ലേ? നീ എന്താ ഉറങ്ങാത്തെ? എന്താടാ നിനക്ക് പറ്റിയത്? അച്ഛന്റെ രൂപം മാത്രമല്ല, ആ സ്വഭാവം കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാരും പറയണ മോനാ നീ. കുടുംബത്തിന്റെ സൽപ്പേര്, ഏട്ടന്റെ സൽപ്പേര്, ഇതൊക്കെ നോക്കാണ്ട് എന്തൊക്കെയാ നീ ചെയ്യണേ? അതൊക്കെ ആലോചിച്ചിട്ടാണമ്മേ രഘുവിന് ഉറങ്ങാൻ പറ്റാത്തത്. തെറ്റാർക്കും പറ്റും. തെറ്റാണെന്ന് മനസ്സിലായ തിരുത്തണം. ആ പെണ്ണിന് പണമെങ്കിൽ പണം, എത്രയാ വേണ്ടെന്ന് വെച്ചാ കൊടുത്ത് പറഞ്ഞയക്കേ. എന്നിട്ട് ആ വീടും പൂട്ടിയിട്ട് നീ ഇങ്ങോട്ട് വാ. ലേഖയോ വിശാലാക്ഷിയോ അറിഞ്ഞാലത്തെ കഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഷ്ടം. എന്താ? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. മാധവൻകുട്ടി, അവളുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ലടാ. എനിക്ക് വിഷമില്ല എന്നാണോ അച്ഛൻ വിചാരിക്കണേ? ജീവിക്കണമെന്നൂടി ആശയില്ലാണ്ടായി. നമസ്കാരം. നിങ്ങൾ ഇന്നലെ വൈകുന്നേരം എത്തി, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി നിന്നതാ. കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു കിട്ടി. ആ മദ്രാസുകാർ എന്നും വരുന്നുണ്ട്. ഇന്നലെ വന്ന് ഞങ്ങളെയൊക്കെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി. ഓ, സീത ഇവിടെ വന്നു വിട്ടത് ഭാഗ്യായി. ഇവിടെ അല്ല, വേറെ എവിടെ ആയിരുന്നാലും അവര് കണ്ടുപിടിക്കായിരുന്നു. ഇനി നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ മതി, അവര് നോക്കിക്കോളും. അല്ല, ഞങ്ങളിപ്പോ വിചാരിക്കണത് അവള് കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്നാ. ഇവിടെയാ? എന്തിന്? ഇപ്പൊ തന്നെ ഇതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ. എനിക്കിനി ആരെ സംരക്ഷിക്കാനൊന്നും വയ്യ. ഞങ്ങൾക്ക് കുറച്ച് അസൗകര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആലോചിക്കണം. അതുവരെ
അതുവരെ ഞാൻ ഏൽക്കണോ ഈ ബാധ്യത? അതൊന്നും ശരിയാവില്ല. വിളിച്ചോണ്ട് പോണം. ഞാൻ ആർക്കും ബാധ്യതയാവില്ല. ഞാൻ എങ്ങടെങ്കിലും പൊയ്ക്കോളാം. എങ്ങടെങ്കിലുവോ? നിനക്കെന്താ ഇവരുടെ വീട്ടിലേക്ക് പോയാല്? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണമെന്ന്. എന്ത്? ഇവളെ കൊണ്ടുപോകാൻ ആലോചിക്കണം നിങ്ങൾക്ക്? പെൺമക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഇവൾക്കൊരു ജീവിതം കൊടുക്ക്. സാറേ, കേൾക്കുമ്പോ തോന്നും ദുഷ്ടത്തരാന്ന്. എന്റെ സ്ഥാനത്ത് നിന്ന് സാറൊന്ന് ആലോചിക്കണം. പലരും കൈവച്ചൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വലിയ പുരോഗമനവും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു അമ്പലവാസിയാ. എന്നാലും മനസ്സെന്നൊരു സാധനം ഇല്ലയോടോ? ചെറുപ്പം മുതലേ സ്നേഹിച്ച് വളർന്നിട്ട് തന്റെ കുടുംബത്തിന് വേണ്ടി അവരുടെ യൗവനവും ജീവിതവും മുഴുവൻ പിടിഞ്ഞു തന്നിട്ട് ഇപ്പൊ ചണ്ടി പോലെ വലിച്ചെറിയണോ? മനുഷ്യനാണോ താനൊക്കെ? വെറും സാധാരണ മനുഷ്യനാണ് സാറേ. എന്നോട് പറയാണ്ടിരുന്നാ മതിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് ഇനി എനിക്ക് സാധിക്കില്ല. നിനക്ക് മൂളയുണ്ടോടി? ഇവനോടൊക്കെ എല്ലാം തുറന്ന് വിളമ്പിട്ട്. വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. സ്നേഹിച്ച പുരുഷനാണ്, നുണ പറയാൻ പഠിച്ചിട്ടില്ല. അതിന് നീ എന്ത് തെറ്റ് ചെയ്തു? ആരൊക്കെയോ ചെയ്ത ചതിക്ക് നീ എന്ത് പിഴച്ചു? എന്നാലും മറച്ചു വെച്ചാൽ മരണം വരെ എന്റെ ഉള്ളിലിരുന്ന് നീർന്നേറിപ്പോവുകയും ജീവിതം മുഴുവൻ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. കേട്ടോടോ? കേട്ടോ മാധവ? ഏത് ചെളിക്കുണ്ടിൽ വീണാലും ഇവൾക്കൊരു മാലിന്യം ഏൽക്കില്ല. മനസ്സുകൊണ്ട് അവൾ പരിശുദ്ധയാണ്. അവളെ ഉപേക്ഷിക്കരുത്. പുറത്തു നിൽക്കണവർക്ക് അങ്ങനെയൊക്കെ പറയാം. സാറാണ് എന്റെ സ്ഥാനത്തെങ്കിൽ സാർ സ്വീകരിക്കും. സ്വീകരിക്കോടോ? നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കും, മനുഷ്യനായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ സാറും കെട്ടിക്കോ. അത്ര വലിയ മനുഷ്യസ്നേഹിയാണെങ്കിൽ ഇവളെ ചതിച്ചു വഞ്ചിച്ച ആ തെണ്ടികളോട് ചോദിക്കണം. അവരെ കൊണ്ട് പരിഹാരം ഉണ്ടാക്കിക്കണം. അങ്ങനെയാണെങ്കിൽ താൻ ആണാണ്. അല്ലാതെ എന്നെ പോലെ ഒരു പാവത്തിനെ തല്ലി സമ്മതിപ്പിച്ചോണ്ടൊന്നും കാര്യമില്ല. ഒരക്ഷരം നീ മിണ്ടരുത്. നന്ദിയില്ലാത്ത ചെറ്റകള്, ഇറങ്ങി പോടാ. വരുവച്ച, നമുക്ക് പോവാം. മോളെ, ഒക്കെ ശരിയാവും. അമ്മാവ് അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ, എന്നിട്ട് അമ്മാവ് വരാം. ഓ, ഇനി താൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവന് മനസ്സിലാവാൻ. ഭംഗി വാക്കൊന്നും വേണ്ട. നിന്ന് താളം ചവിട്ടാണ്ട് ഇറങ്ങി പോടോ. ഒരമ്മാമ മോങ്ങാണ്ട് പോടിയാത്ത്. ഒരു ജീവിതം മുഴുവൻ വണ്ടിക്കാളെ പോലെ വലിച്ചിട്ട് ഇപ്പൊ കിട്ടിയില്ല. കണ്ണീരും കഞ്ഞിയും ഒപ്പം പങ്കുവെച്ച് തരൂത്രേ. ഇപ്പൊ പങ്കുവെക്കാണ്ട് മുഴുവനായിട്ട് തന്നൂല്ലോ. കണ്ണീര് മുഴുവൻ അങ്ങോട്ട് കുടിക്കേ. ലേഖ, നീ ഒറ്റയ്ക്കേ ഉള്ളൂ? എന്താ ഒറ്റയ്ക്ക് വന്ന എന്നെ ആരെങ്കിലും പിടിച്ചോ? ഒളിഞ്ഞു നോക്കാണ്ട് വണ്ടി ചെന്നിരിക്കും രാമുണ്ണേരെ. പാലക്കാട് എന്റെ 1-2 ഫ്രണ്ട്സിന് ഇൻവിറ്റേഷൻ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് മുങ്ങിയതാ. സാറിന് എന്താ ഇവിടെ ഇത്ര തിരക്കിട്ട് ജോലി എന്നൊന്നും അറിയണമല്ലോ. എന്താ കിടന്ന് ചമ്മണേ? ഹേയ്, ചമ്മാനെന്താ? വാ, എന്റെ മുറിയിലിരിക്കാം. ആ, നിക്ക്. ഞാനൊന്ന് പരിശോധിക്കട്ടെ. 3-4 ദിവസം ഒരു പെണ്ണു വന്ന് താമസിച്ചിട്ട് പോയതല്ലേ. കല്ലും ഇരപ്പിനും ചുണ്ടലിയൊക്കെ എവിടെ? അവര് തോട്ടത്തിലുണ്ട്, അവിടെ പണി നടക്കുക. എന്നിട്ട് സാർ ഇവിടെ ഒറ്റയ്ക്കൊന്ന് സ്വപ്നം കാണായിരുന്നു. അല്ല ലേഖ, ഞാനൊന്ന് പറഞ്ഞില്ലേ സീതാലക്ഷ്മി? ഇവര് രക്ഷപ്പെട്ട് ഓടിപ്പോയിന്നല്ലേ പറഞ്ഞേ? അത് നുണയായിരുന്നല്ലേ? അല്ല, വീണ്ടും തിരിച്ചു വന്നു. അത് നിന്നോട് പറയാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കണ്ടില്ലല്ലോ. ലേഖ, സില്ലിയായിട്ടൊന്നും നീ ചിന്തിക്കരുത്. ശത്രുക്കൾ വേട്ടയാടുന്ന ഒരു സ്ത്രീയാണവൾ. മറ്റെങ്ങും പോകാൻ ഇടയില്ല. അതുകൊണ്ടാണ് ഞാൻ. ലേഖ, നോക്കൂ, നീ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോണം. ഓർമ്മ വെച്ച കാലം മുതൽ നിനക്ക് എന്നെ അറിയാം. നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. ലേഖ, നീ പോകരുത്. എന്നോടൊന്നും പറയണ്ട. കല്യാണം നിശ്ചയിച്ചിട്ട് വരാൻ സമയമില്ല. വന്നാ എന്നെ കാണാൻ സമയമില്ല. കയ്യിൽ വന്ന് കിട്ടിയത് വിട്ടുകളയാൻ തോന്നില്ലേ? അടിച്ചു നിന്റെ ഒരു തരുമ്പെങ്കിലും എന്നെ നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയില്ല. എന്റെ അമ്മ പറയുന്നതാണ് ശരി. പുരുഷന്മാരെല്ലാം ഒന്നാണ്. എന്റെ അച്ഛനും രഘുവിനും ഒക്കെ അതെ. വിശ്വസിപ്പിച്ച് വഞ്ചിച്ചു കളയും. പോകരാമുണ്ണിയാരെ. ലേഖ, നീ പൊയ്ക്കോളൂ. പക്ഷെ ഈ ആവേശം അടങ്ങുമ്പോ, നിന്റെ ബുദ്ധിയും മനസ്സും തണുക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. രഘുവേട്ടൻ നിനക്ക് ആരായിരുന്നു, എന്തായിരുന്നു എന്ന്.
പിന്നെ അവിശ്വസിക്കുന്നതും വിശ്വസിക്കുന്നതും നിന്റെ ഇഷ്ടം. എന്റെ സ്നേഹവും സത്യവും വിശദീകരിക്കാൻ ഞാൻ വരില്ല. ആ കുട്ടി തെറ്റിദ്ധരിച്ചു അല്ലേ? കഷ്ടം, ഞാൻ സംസാരിക്കായിരുന്നു. എന്തിന്? നിങ്ങൾ സംസാരിച്ചിട്ട് വേണോ എന്റെ സ്നേഹം അവൾക്ക് ബോധ്യപ്പെടാൻ? നിങ്ങൾ വക്കാലത്ത് പറഞ്ഞിട്ട് വേണോ അവൾക്ക് എന്നെ വിശ്വസിക്കാൻ? പോട്ടെ പോട്ടെ അവള്. ഞാൻ എന്ത് മഹാഭാവിയാണ് ഈശ്വര. സാരമില്ല, ഇന്ന് നഷ്ടങ്ങളുടെ ദിവസമാണ്. നിങ്ങൾക്കും എനിക്കും തുല്യ ദുഃഖിതർ.